എടി, ഏട്ടൻ ഇങ്ങനൊക്കെ ചെയ്തത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? നീ അത് മനസ്സിലാക്കാതെ എന്തിനാ സച്ചേട്ടനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത്? നിനക്ക് സച്ചേട്ടനെ എത്ര ഇഷ്ടാന്ന് എനിക്കറിയാം. സച്ചു അവിടെ നിന്നും പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലേ ജീവക്ക് ഹേർട്ടായത്. എന്തോരം വേദനിച്ച എന്നോട് പറഞ്ഞത്. അത് ശരി തന്നെ. ബട്ട് എനിക്ക് തോന്നുന്നു ജീവയല്ല, ജീവയുടെ സ്ഥാനത്ത് ആര് വന്നാലും സച്ചേട്ടൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളായിരുന്നു. നിനക്കറിയാനിട്ടാ, അങ്ങേരുടെ മനസ്സിൽ ഇപ്പോഴും ഐശ്വ. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് ആരുടെ അടുത്ത് നിന്നും സ്നേഹം കിട്ടരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നേ? ജീവിയോട് നിനക്ക് ഇഷ്ടമായിരുന്നെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞു മോയെ. ഇത്രനാൾ എന്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നിന്റെ ഏട്ടനല്ലാതെ ആരുടെ മുന്നിലാണ് ഞാൻ വീണിട്ടുള്ളത്. ബട്ട് സ്നേഹിക്കേണ്ടവർ സ്നേഹം തരാതെ ആവുമ്പോ നമ്മൾ തളർന്നു പോകും. അപ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ബട്ട് ഞാൻ ഗീവപ്പ് ഇല്ല. എന്റെ കളികളും പണികളും വരാനിരിക്കുന്നതേ ഉള്ളൂ മിസ്റ്റർ സച്ചിൻ ദേവ്. ബട്ട് ഇപ്പൊ അതല്ല പ്രശ്നം. കണ്ണടച്ച ആ മറുകോ? ഏത് മറുക്? നിന്റെ ഏട്ടന്റെ ചുണ്ടിനടിയിലുള്ള ആ മറുക്. അയ്യേ, കെട്ടുപ്രായം പോലും ആകാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ പറയാൻ തോന്നി? മറുക് പോലും മറുക്. ബൈ ദ ബൈ, എന്താടി ആ മറുക് നിന്നെ ചെയ്ത്? അപ്പൊ അറിയണം എടി, ആ മറുകാണ് എന്റെ വീക്ക്നെസ്. അടുത്തിടെയായി തിരിച്ചും മറിച്ചും കിടത്തി ഒക്കെ കിസ്സായിരുന്നു. എനിക്കാണെങ്കിൽ ഇപ്പൊ കണ്ണടച്ച അത് തന്നെയാ. ഞാനൊരു വികാരജീവിയായി പോയത് എന്റെ തെറ്റാണോ? പാറമായി പാറ. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോഗു. നീ ഏട്ടനെ വളക്കടി. എങ്ങനെ? കൊഞ്ച്? ഓ, കൊഞ്ച് തിന്നാനുള്ള മൂഡിലൊന്നും അല്ല ഞാനിപ്പോ. ശവമേ തിന്നണ കാര്യമല്ല, സച്ചേട്ടന്റെ അടുത്ത് പോയി കൊഞ്ചാൻ. നിന്റെ കൊഞ്ചലിൽ അടപടലം മൂക്കും കുത്തി അങ്ങനെ വീഴണം. ആ കൊഞ്ചൻ അങ്ങോട്ട് ചെല്ല്. കോളേജ് മൊത്തം ഞാൻ എക്സ്പയറി കഴിഞ്ഞതാണെന്ന് അറിയിച്ചതിന്റെ ദേഷ്യത്തിൽ ഞാൻ കുറെ കയറി ചൂടായി അങ്ങ്. അതുകൊണ്ടാണോ എന്തോ എന്റെ മുഖത്തേക്ക് നോക്കണില്ലടി. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരുവിധം സെറ്റായി വരുവായിരുന്നില്ലേ? നീ തൽക്കാലം പോയി കൊഞ്ചാ നോക്ക്. കൊഞ്ചി കൊഞ്ചി വരുന്നൊരു അനുവിനെ മറക്കാൻ പാവം സച്ചേട്ടനാവുമോ? ഓ, ഇതെവിടെ പോയി കിടക്കുന്നു? ഉറക്കം വരുന്നു. കൊഞ്ചാനുള്ള മൂടൊക്കെ പോയി തുടങ്ങി. സച്ചു, ഇന്നെന്താ വർക്ക് കഴിയാൻ ലേറ്റായോ? ഞാനൊരു ഗ്ലാസ് പാല് തരട്ടെ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. തന്റെ വായിലെന്തോട് പഴമാണോ? എന്താടി ഞാൻ ഈ ചോദിക്കണമെന്നും കേൾക്കാൻ വയ്യേ? കേൾക്കാം, നല്ല അന്തസ്സായി കേൾക്കാം. പിന്നെന്താടോ റിപ്പയറൊന്ന് തന്റെ തൊണ്ടില് നന്ദിരിക്കുക? നീ അല്ലേടി കുറച്ചു മുന്നേ എന്നെ ഇഷ്ടമല്ല, എന്റെ ഭാര്യ ഇരിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ 5 ഡയലോഗ് അടിച്ച് ഇറങ്ങിപ്പോയത്. അത് പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് ഡയലോഗ് പറയേണ്ടത് എന്റെ കടമയല്ലേ? ഓഹോ, എന്നാ ആ കടമ കെട്ടിപ്പിടിച്ചോണ്ട് മോളൊരു മൂലൊക്കെ വരുന്നു കേട്ടോ. സച്ചു, എന്താ? സച്ചു, എന്റെ വയറുവേദന മാറിയിട്ടില്ല. അതിന് ഒന്ന് തടവിത്തരോ? നീ എന്തായി ചോദിക്കുന്നെന്ന് നിനക്കറിയോ? അറിയാം. എന്നാ എനിക്ക് സൗകര്യമില്ല. എന്നാ ഈ നോട്ട്സ് എങ്കിലും ഒന്ന് പറഞ്ഞതാ. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ മനസ്സിലാവാത്തത്? അങ്ങനെ അടുത്തേക്ക് വാ. ഹോ അനു, സൂം ചെയ്തോട്ടാ, സൂം ചെയ്തോ. ഹോ ആ മറക്, ഹോ ആ തക്കാളി ചുണ്ട് കടിച്ചെന്ന് എടുത്താലോ? കൺട്രോള് പോവാതെ കാത്തോളനെ എന്റെ കൺട്രോൾ അമ്മ ഭഗവതി. അനുമോളെ,
അയ്യോ ഞെട്ടണ്ട, ഇത് ഞാനാണോ? തന്നെ നീയായിരുന്നു. ഞാൻ കരുതി വാര്യമ്പള്ളിയിലെ മീനാക്ഷിയാണെന്നു. തന്നെ എന്നാ അങ്ങോട്ട് മാറുന്നില്ലേ? വയറുവേദന ആണെങ്കിലും നാട്ടിൽ ഒരു കുഴപ്പമില്ല. അതിന് വയറും നാവും തമ്മിൽ എന്ത് ബന്ധം മിസ്റ്റർ? ഉണ്ട്, വയറും നാവും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. നാവുള്ളത് കൊണ്ടാണ് ഫുഡൊക്കെ ചവക്കാൻ എളുപ്പാകുന്നത്. അങ്ങനെ ചവച്ച ഫുഡാണ് വയറ്റിലെത്തുന്നത്. ഇത്ര സിമ്പിളായ കാര്യം പോലും അറിയാത്ത ബഹക്കുഫു. നീ അവസാനം എന്താ പറഞ്ഞേ? അറിയാത്ത ഭാഷ പേര് പറയുന്നു നാറി. നിനക്ക് മാതൃഭാഷ അറിയാത്തത് എന്റെ തെറ്റാണോ ഇഡിയറ്റ്? മലയാളല്ലേ മാതൃഭാഷ? ശേ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാ? മലയാളം അല്ലേ? ആ, ഗുജറാത്തിലും ആസാമിലും ഒക്കെ മലയാളമാണല്ലോ സംസാരിക്കാം. ഇത് പൊട്ടിക്കാളി ഹിന്ദിയാണ് നമ്മുടെ മാതൃഭാഷ. ഈ ചെറിയ കാര്യം പോലും അറിയാത്ത ഒരു വിദ്യയായി പോയല്ലോ അനുമോളെ നീ. ശേ, മേച്ചം. ഒരു ഏട്ടത്തി എന്ന നിലയിൽ ഇതൊക്കെ നീയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. വിവരമില്ലാത്ത ഏട്ടത്തിമാരി കിട്ടിയാ ഇങ്ങനെ ഇരിക്കും. എന്നാലും ഞാൻ ഓർക്കുമായിരുന്നു എന്ത് കണ്ടിട്ടാണ് ആ ജീവേട്ടൻ നിന്നെ ഇഷ്ടപ്പെട്ടതെന്ന്. ആ, വക്ക് പൊട്ടിയതിനൊക്കെ ആവും ഇപ്പൊ മാർക്കറ്റ്. വക്ക് പൊട്ടിയത് നിന്റെ വേണ്ടാത്തോണ്ടാ. സച്ചു ഫയർ നോക്കുകയാണോ? കണ്ടിട്ടെന്ത് തോന്നുന്നു? സച്ചു, നീ എന്തിനാ ജീവയോട് അങ്ങനെയൊക്കെ അടി വീഴാൻ പോയെ? അതിന്റെ റീസൺ എന്താന്ന് നിനക്കറിയില്ലേ? എനിക്കറിഞ്ഞൂടാ. ആ, എന്നാ നീ അറിയണ്ട. ഓ, ഒടുക്കത്തെ വെയിറ്റ്. ഷോ, എന്ത് കഷ്ടമല്ലേ? എന്താണ്? ആ കൊച്ചിനെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. രാവിലെ തന്നെ ഒരു ബാഗും തൂക്കി ആ കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഒരു നടപ്പാണ്, പാവം. നീ ഇതെന്തൊക്കെ ഇങ്ങനെ പറയുന്നേ? എടി, ആ പാവം കൊച്ചില്ലേ ഡോറമോള്, ആ കുരങ്ങന്റെ ഒപ്പം നടക്കണേ. ദേ വരണു, ഈ തള്ളക്ക് വീടും കൂടി ഒന്നില്ലേ? ക്ലാസ്സിൽ ആരും ഇല്ലെന്ന് പറഞ്ഞ റേഷൻ കടയിൽ ഫ്രീ ആയിട്ട് അടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ വന്നോളൂ. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എടുത്ത ടെസ്റ്റ് പേപ്പർ റിസൾട്ട് ആണിത്. മായേ, ആ വരവിലൊരു അപാകതയില്ലേ? നോക്ക്, മിസ്സിന്റെ ചുണ്ടിൽ ആഹ്ലാദത്താൽ വരുന്ന ഒരു ചിരി. എന്ന് വെച്ചാ എടി പൊട്ടി, എന്റെ വീക്ഷണകോണം വെച്ച് നോക്കുമ്പോ നീയാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. നീ തന്നെ നോക്ക്, മിസ്സിന്റെ ഫേസിലൊരു പുഞ്ചിരിയില്ലേ? ശരിയല്ലേ, ഒരു ചിരിയൊക്കെ ഉണ്ട്. ഷോ, ഞാനിന്ന് സ്റ്റാർ ആകും. നീ നോക്കിക്കോനെ മോളെ, ഈ പേപ്പർ ഞാൻ ഫ്രെയിം ചെയ്ത് വീടിന്റെ മുന്നിൽ തൂക്കിയിടും. തന്നോളൂ. കൊട്ടനിറയെ ഉണ്ടല്ലോ മാർക്ക്, കൈകൊണ്ട് താങ്ങാൻ പറ്റുമോ? ഷോ, ഈ മിസ്സിന്റെ ഒരു കാര്യം. രാഘവനം തുടങ്ങുന്നതിന് മുന്നേ അത് ഇങ്ങോട്ട് തന്നോളൂ മിസ്സേ. 54. മിസ്സേ ഇരുന്നോട്ടെ, തല ചുറ്റുന്നത് പോലെ. ഇരിക്കി, മാർക്കിന്റെ ഭാരം കൊണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഫസ്റ്റ് ക്ലാസ് തേങ്ങ. നീ ഒരുത്തിയാണ് ആവശ്യമില്ലാതെ എന്നെ പ്രോത്സാഹിപ്പിച്ച് കുഴിച്ചടിക്കുന്നത്. അത് പിന്നെ എന്റെ കടമയല്ലേ അത്. എന്നാലും മോശമാണ് കമ്മായി. 50-ൽ 4 എന്നൊക്കെ പറഞ്ഞ അതും നമ്മുടെ മാതൃഭാഷയിൽ അഷ്ടഭാരത സംസ്കാരത്തിന് ചേർന്നതാണോ ഇത്? മേച്ചം എന്ന് വെച്ചാ അത് നിന്നെ പോലെ ബുദ്ധിയില്ലാത്തവർക്ക് മനസ്സിലാവില്ല, അറിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്ത് അഷ്ടഭാരത സംസ്കാരം? അനുമോളെ, ഞാൻ വേണ്ട മായി വേണ്ട, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനികശ്രീ, ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്തു പറ്റി? കൂട്ടുകാരിയേക്കാൾ വലിയ മാർക്കാണല്ലോ തന്റെ. 50-ൽ 2. എഴുത്തച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോ എഴുത്തുകാരൻ എഴുതി വെച്ചേക്കുന്നു. തന്നെയൊക്കെ എവിടെടി നിന്റെ അഷ്ടഭാരത സംസ്കാരം? അവളുടെ ഒരു മാതൃഭാഷ അമ്മൂമ്മയുടെ നായര്. ഇതെന്താ, ആരുടെ ചെരുപ്പിത്? മോളെ വിടുമോളെ, മോളെ. അനുമോളെ, ഏട്ടനായിട്ട് കൊടുക്കണ്ട, ഓക്കട്ട് കൂടി കൊടുക്കടി. അയ്യോ, എന്റെ കെട്ടിയോൻ പിഴച്ചു പോയി. എന്താ നോക്കി കളി? ഈ പിശാചിനെ ഞാൻ കൊല്ലും. ഇറങ്ങി പൊടി പട്ടി. അനുമോളെ, ഞാൻ മുളക് പൊടി എടുത്തോണ്ട് വരട്ടെ, അവിടെ കണ്ണിലിടാം നമുക്ക്.
അയ്യോ, എന്റെ കെട്ടിയോൻ വിളിച്ചു പോയേ, എന്റെ കെട്ടിയോൻ വിളിച്ചു പോയേ. എടി പട്ടത്തി, നിനക്ക് പ്രാന്താണോ? എന്തൊക്കെയാന്ന് വിളിച്ചു പറയണേ? അമ്മ, എന്റെ മൂക്ക്. മിണ്ടരുത്. കട്ടാപ്പകൾ അനാശ്വാസം നടത്തിയിട്ട് വാദിക്കുന്നു. അയ്യോ, വിളിച്ചു പോയേ, സച്ചു വിളിച്ചു പോയേ. പാട്ടത്തല്ലേ നീ മേല എന്റെ വീട്ടിലെ എന്റെ പരിസരത്താ നിന്നെ കണ്ട. ഞാൻ മുളക് പൊടി കലക്കി വെള്ളത്തിൽ ഒഴിച്ച് നിന്നെ അവിടെ അതിനകത്തേക്ക് തുളുങ്ങും. മോളെ വിടുമോളെ, മോളെ. അനുമോളെ, പറയാനുള്ളതൊക്കെ പറയടി. അവക്ക് ഇപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇറങ്ങിപ്പൊടി പട്ടി. ഞാൻ എന്തോ ചെയ്തു? മായെ, നീ ഇങ്ങോട്ട് പോര്. അവര് പറഞ്ഞ് ക്ലിയർ ചെയ്യട്ടെ എന്താന്ന് വെച്ചാ. എടി പട്ടത്തി, നിനക്ക് പ്രാന്താണോ? എന്തൊക്കെയാന്ന് വിളിച്ചു പറയണേ? നിന്റെ ആരെങ്കിലും ചത്ത ഇങ്ങനെ ഇരുന്ന് മൂങ്ങാൻ? പിന്നെ മോങ്ങണ്ടേ? സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് നാളമില്ലല്ലോ കണ്ട പെണ്ണുങ്ങളെ. സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് എന്താ മോൾ ഉദ്ദേശിച്ചേ? ആ, നീ ഉദ്ദേശിച്ചത് തന്നെ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാ പിന്നെ ആ പരാതി ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം. എനിക്ക് പരാതി ഒന്നും തീർക്കണ്ട. പക്ഷേ എനിക്ക് തീർക്കണം. നീ ചിരിക്കോ? എന്താ ചിരിക്കണ്ടേ? ചിരിച്ചോ, നല്ല ഭംഗിയുണ്ട്. ആഹാ, അപ്പൊ നേരത്തെ കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞു. ആര് പറഞ്ഞു കഴിഞ്ഞു? ആ, അപ്പൊ പിന്നെ ആ പരാതി അങ്ങോട്ട് തീർത്തേക്കാം. എന്തോ ചെയ്യാൻ പോവാനെ? എനിക്കൊരു പരാതിയില്ല. ഓ, പിന്നെയും ചിരി. ഈ ചിരിയില് മനുഷ്യൻ മൂക്കും കുത്തി വീഴുമല്ലോ. എന്നാലും തനിക്ക് വേറെ ആരെയും കിട്ടിയില്ലേടോ, ആ കുർത്തീനല്ലാതെ? ഓഹോ, അപ്പൊ അവളല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞേ നീ ഓക്കെ ആണോ?